നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയുടെ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് പള്ളിപ്പാനയുടെ അവസാന ദിവസമാണ്. അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 22-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് പള്ളിപ്പാനയുടെ അവസാന ദിവസമാണ്. അപ്പം പള്ളിപ്പാനയുടെ അവസാന ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഈ ഒരു പള്ളിപ്പാനയും അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റിയൊരു ചെറിയ രീതിയിലൊരു വിവരണം പറയാം. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആരംഭിച്ചൊരു ഉത്സവമാണ് പള്ളിപ്പാന. ക്ഷീണിതനായ മഹാവിഷ്ണുവിനെ പരമശിവൻ വേലൻ്റെ രൂപത്തിലെത്തി കൊട്ടിപ്പാടിയതാണ് ആദ്യ പള്ളിപ്പാന എന്നാണ് ഐതിഹ്യം. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനാണ് അമ്പലപ്പുഴ പള്ളിപ്പാന തുടങ്ങി വെച്ചത്. ആദ്യത്തെ പള്ളിപ്പാന നടന്നത് കൊല്ലവർഷം 841-ലാണ്. ഇന്നും അത് തുടർന്നു വരുന്നു. 12 വർഷത്തിലൊരിക്കലാണ് അമ്പലപ്പുഴ പള്ളിപ്പാന നടത്തപ്പെടുന്നത്. വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ് പള്ളിപ്പാന നടത്തുന്നതിലെ പ്രധാനികൾ. ഇതിന് അനുബന്ധമായാണ് ഈ ക്ഷേത്രത്തിലെ പള്ളിപ്പാന നടത്തുന്നത്. ശരശയിൽ കിടക്കുന്ന ഭീഷ്മരെ സാക്ഷിയാക്കിയാണ് ഇത് നടത്തുന്നത്. ഓത്തും മുറത്തുമാണ് അമ്പലപ്പുഴ പള്ളിപ്പാനയിലെ പ്രധാന ചടങ്ങ്. പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ അവസാന ദിവസമായ 15-ാം ദിവസമായ ഇന്ന് പുറക്കളത്തിൽ ഗുരുതിയുടെ ആദ്യ ചടങ്ങുകൾ പള്ളിപ്പന്തലിന് മുന്നിൽ ആരംഭിച്ചു. ഇവിടെ പ്രച്ഛന്ന വേഷധാരികളായി തെക്ക് വടക്കായി പള്ളിപ്പന്തലിന് മുന്നിൽ കിടത്തി ഒരു തോർത്ത് മുകളിൽ പുതപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വേലപ്രമാണിമാരുടെ മുഖ്യ ആചാര്യൻ വാളും കുമ്പളങ്ങയും തൊഴിമസ്ഥാനിക്ക് കൈമാറി കുമ്പളങ്ങയും തൊഴിമസ്ഥാനി ഏൽപ്പിക്കുന്നു. ഇത് മേൽശാന്തിയെ തൊഴിമസ്ഥാനി ഏൽപ്പിക്കുന്ന ചടങ്ങാണ്. മേൽശാന്തിയെ വാളും കുമ്പളങ്ങയും ഏൽപ്പിക്കുന്നു. പുറക്കളത്തിൽ ഗുരുതിയുടെ ആദ്യ ചടങ്ങാണ്. ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ മാറിക്കൊടുക്കണം. ദേവനെ തൊഴിലുകളിൽ ആവാഹിച്ച ദേവനെ വാളും കുമ്പളങ്ങയും ഒഴിഞ്ഞ് തിരിച്ച് വേലപ്രമാണിയെ ഏൽപ്പിച്ചു. മേൽശാന്തി കുമ്പളങ്ങയും വാളും പ്രതീകാത്മകമായി ആ കുമ്പളങ്ങ മുറിക്കുന്ന പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കുന്ന ചടങ്ങാണ്. അത് തികച്ചും പ്രതീകാത്മകമാണ്. ഒന്നും മാറിക്കൊടുക്കേ. ആ നിൽക്കുന്ന ചേട്ടൻ പുറത്താടി അടക്കം ഒന്നും മാറിക്കൊടുക്കേ. പ്രതീകാത്മകമായി കുമ്പളങ്ങ പലഭാഗത്തും കുമ്പളങ്ങ വെട്ടുന്ന ചടങ്ങ് ഏറ്റവും ശ്രദ്ധേയമായ പുറക്കളത്തിൽ ഗുരുതിയുടെ ആദ്യ ചടങ്ങാണ് നടക്കുന്നത്. തെക്കുവടക്കാവ് പുറനാടിയെ കടത്തി മുഖ്യ ആചാര്യൻ തല കാൽ മധ്യഭാഗത്തും പ്രതീകാത്മകമായി കുമ്പളയോടുകൂടി ഈ ക്ഷേത്രത്തിൽ നിന്നും മാറുകയാണ്. അങ്ങനെ പുറനാടിയെ പുറക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. പുറക്കളത്തിലേക്ക് പുറനാടിയെ കൊണ്ടുപോയി ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഇറക്കൊടിക്കളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പീഠത്തിൽ വെച്ച് കുമ്പളങ്ങ മുറിച്ച് ജനബലി നടത്തുന്ന ചടങ്ങിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ജനബലി നടത്തുന്ന ചടങ്ങ് പ്രാർത്ഥന നിരതമാക്കുക. എല്ലാ വർഷവും മകരമാസത്തിലെ 12-ാം നാൾ 12 കളഭം എന്ന ആചാരം നടന്നു പോകുന്നു.
അങ്ങനെ 12 കളഭങ്ങൾക്ക് ശേഷമാണ് ഒരു പള്ളിപ്പാന നടത്തുന്നത്. വിഗ്രഹത്തിലെ അശുദ്ധികൾ നീക്കം ചെയ്യുവാനും അതിൻ്റെ ശക്തി പുനഃപ്രതിഷ്ഠിക്കുവാനുമാണ് ഈ ആചാരം നടത്തുന്നത്. വേലന്മാരാണ് പാനപ്പാട്ട് പാടി വിഗ്രഹത്തിന് ശക്തി പകരുന്നത്. ആദ്യത്തെ വേലൻ പരമശിവനാണെന്ന വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു. അതിൻ്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ്. പണ്ടൊരിക്കൽ മഹാവിഷ്ണുവിന് അധ്വാനഭാരം മൂലം തളർച്ച ബാധിക്കുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു. ജ്യോതിഷത്തിൻ്റെ ദേവനായ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തെ ഉണർത്തുവാൻ വേണ്ടി പള്ളിപ്പാന നടത്തുവാനായി ആവശ്യപ്പെട്ടു. ഒടുവിൽ പരമശിവനും പാർവതിയും വേലനും വേലത്തിയുമായി അവതരിച്ച് പള്ളിപ്പാന നടത്തുകയും മഹാവിഷ്ണുവിനെ ഉണർത്തുകയും ചെയ്തു. അതിനാൽ പാനപ്പാട്ടുകളിൽ ആദ്യം പരമശിവനെ സ്തുതിക്കുകയാണ് പതിവ്. മാത്രമല്ല, പാട്ടിനൊപ്പം ശൈവ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം ഫലത്തില് നാരങ്ങയാകാം, മറ്റു ഫലവർഗ്ഗങ്ങളാകാം, പാക്കാം. ഇത് പൂർണ്ണതയുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതിന്റെ ഫലം ശുഭമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ദോഷമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം പൂർണ്ണതയാണ്. ഓം പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്നുള്ളതാണ്. ഏറ്റവും ശുഭസൂചകമായി പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയായി എന്നാണ് ആചാര്യന്മാര് അറിയിച്ചത്. നമുക്ക് നല്ലൊരു നാമം ചൊല്ലണം, എല്ലാവരും നല്ല ഒച്ചത്തിൽ എല്ലാവരും ചൊല്ലണം. ഏറ്റവും ശുഭമായി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കോഴിയെ പുറത്തെടുക്കുകയാണ്, കോഴിയെ പുറത്തെടുക്കുകയാണ്. ഈ ഫ്രണ്ടിരിക്കുന്ന മാറിക്കേ, എല്ലാവരും മാറ്, ഫ്രണ്ടിരിക്കുന്ന മാറ്, മാറ് മാറ് മാറ്, എല്ലാവരും മാറ്, എല്ലാവരും മാറ്, എല്ലാവരും മാറ്, മാറ്, എല്ലാവരും മാറ്, മാറ് മാറ്, എല്ലാവരും മാറ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇരിക്കുക ഹരേ രാമ ഇരിക്കുക. അങ്ങനെ മംഗളകരമായി കോഴിയെ പുറത്തെടുത്ത്, പൂർണ്ണ ആരോഗ്യവാനായ കോഴിയെ പുറത്തെടുത്ത ഏറ്റവും ആഹ്ലാദകരമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിയെ പുറത്തെടുത്ത് ഏറ്റവും ആഹ്ലാദകരമായ അവസ്ഥ. മുഖ്യാധാരം പുറത്തോട്ട് വരിക, പുറത്തോട്ട് വരിക, വഴിവിടും 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 വഴിവിടും. മുഖ്യാചാര്യൻ പുറത്തോട്ട് വരിക. ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്ന നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ യൂട്യൂബിൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുപിട്ടാൽ ദിസ് ഈസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.